ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 1, ശ്ലോകം 10. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈച്ഛോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിലസിന ക്വാഭിദേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദമുഖ്യാശ്രയോസി. ഐശ്വര്യം, അവിടുത്തെ ഐശ്വര്യം, ഭഗവാന്റെ ഐശ്വര്യം, ഗുരുവായൂരപ്പൻ്റെ ഐശ്വര്യം, വിഷ്ണുവിൻ്റെ ഐശ്വര്യം, ഈശ്വരത്വം, സ്വാമിത്വം, ശങ്കരാദീശ്വര വിനിയമനം, ശ്രീ പരമേശ്വരൻ മുതലായ ഈശ്വരന്മാരെ കൂടി വിശേഷിച്ചും നിയമിക്കുന്നത്, തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നതാവുന്നു എന്നാണ് പറഞ്ഞത്. പരമേശ്വരനെ പോലും നിയമിക്കുന്നത് ഭഗവാനാണ്, ഗുരുവായൂരപ്പനാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, പരമശിവൻ എല്ലായ്പ്പോഴും ധ്യാനത്തിലിരിക്കുന്നുണ്ടല്ലോ കണ്ണടച്ചിട്ട്. നാരായണനെയാണ് ധ്യാനിക്കണമെന്നാണ് പറഞ്ഞത്, മഹാവിഷ്ണുവിനെയാണ് ധ്യാനിച്ചിരിക്കുന്നത്. വീര്യം വിശ്വതേജോഹരാണാം തേജ സംഹാരി, അവിടുത്തെ വീര്യം, ഭഗവാന്റെ വീര്യം സർവ തേജസ്സുകളെയും പിടിച്ചടക്കുന്നവരുടെ തേജസ്സിനെയും കീഴ്പ്പെടുത്തുന്നതാകുന്നു. അതായത് ഭഗവാന്റെ വീര്യം സർവ തേജസ്സുകളെയും പിടിച്ചടക്കുന്നവരുണ്ടല്ലോ, അവരുടെ തേജസ്സിനെയും കീഴ്പ്പെടുത്തുന്നതാണ്. ഉദാഹരണം സൂര്യാഗ്നി പ്രഭൂതികളുടെ, സൂര്യനെ കാട്ടിലും പ്രഭയുണ്ടെന്നാണ് പറഞ്ഞത്. സൂര്യനാണ് നമുക്ക് അറിഞ്ഞുള്ള വലിയ പ്രഭയുള്ളത്, അതിനെക്കാട്ടിലും പ്രഭയുള്ളതാണ് മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ. അതാണ് വീര്യം. വിമലം യശ അഭി, സംശുദ്ധമായ യശസ്സും. കൃഷ്ണനെ പറ്റിയിട്ട്, കൃഷ്ണൻ പറ്റിയിട്ടുള്ള യശസ്, ഭഗവാനെ പറ്റിയ യശസ് എത്രയോ യുഗങ്ങളായിട്ട് നിൽക്കുന്നതാണ് യശസ്. നിസ്പൃഹൈച്ച ഉപഗീതം, നിസ്പൃഹന്മാരാൽ, ഒന്നിലും കാംക്ഷയില്ലാത്ത സിദ്ധന്മാരാൽ പോലും പുകഴ്ത്തപ്പെട്ടതത്രേ. ഈ ബോധാതീതാവസ്ഥയിലിരിക്കുന്ന ചില സിദ്ധന്മാരുണ്ട്, അവർക്ക് ദേഹത്തിനെ പോലും അവർ ശ്രദ്ധിക്കാത്ത സിദ്ധന്മാരുണ്ട്, അപദൂത അവസ്ഥ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള സിദ്ധന്മാർ പോലും ഭഗവാനെ വാഴ്ത്തപ്പെടുന്ന പറയണത്. ശ്രീ സദാ അംഗസംഗ, സാക്ഷാൽ ലക്ഷ്മി ദേവി ഏത് കാലത്തും അവിടുത്തെ തിരുവുടലിനോട് താല്പര്യം കാട്ടിക്കൊണ്ട് വർത്തിക്കുന്നു. ശ്രീ ലക്ഷ്മി ദേവി എല്ലാ കാലത്തും അവിടുത്തെ ആ ഗുരുവായൂരപ്പൻ്റെ, മഹാവിഷ്ണുവിൻ്റെ ആ തിരുവുടലിനോട്, ഭഗവാന്റെ ഉടലിനോട് താല്പര്യം കാട്ടിക്കൊണ്ട് മാറിടത്തിൽ ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് വിഷ്ണുവിൻ്റെ കൂടെ ലക്ഷ്മി ചേർന്നിരിക്കുകയാണ്. ലക്ഷ്മി ചേർന്നിരുന്നു പറയുമ്പോൾ എല്ലാ സ്വത്ത് കാര്യങ്ങളെല്ലാം ആയില്ലേ, ധനം എല്ലാം ആണ്. സാക്ഷാൽ ലക്ഷ്മി ദേവി ഏത് കാലത്തും മാറോട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. അഖിലവിത് അസി, അങ്ങ് സർവജ്ഞനാകുന്നു, എല്ലാത്തിൻ്റെയും അറിവുള്ള ആളാണ്. ഭഗവാൻ അറിയാത്തതായിട്ട് ഒന്നുമില്ല, സർവജ്ഞനാണ്. സംഘവർത്താതെ ന ക്വാഭി ക്വ അഭി, ആസക്തിയുടെ കഥ പോലും അങ്ങേക്കൊന്നുമില്ല. ആസക്തി പറഞ്ഞ സാധനമില്ല, കാരണം മൂപ്പരുണ്ടാക്കിയത് തന്നെ സത്വഗുണം കൊണ്ട് മാത്രമാണ്, രജോ ഗുണം തമോ ഗുണം ഇല്ല. തത് വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയ അസി, ആകയാൽ അല്ലയോ ഗുരുവായൂരപ്പ മുരാന്തക, അവിടുന്ന് ഭഗവാൻ എന്ന പേരിന് പ്രധാന ആശ്രയമാണ്. ഈ ഗുരുവായൂരപ്പനെ മാത്രമേ, വിഷ്ണുവിനെ മാത്രമേ ഭഗവാൻ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. 6 ഭഗങ്ങൾ ഉള്ളത് ആരോ അവൻ ഭഗവാൻ. മറ്റു ദേവന്മാരൊന്നും 6 ഭഗങ്ങളില്ല. മറ്റുള്ള ദൈവങ്ങളെ കുറ്റം പറയുകയല്ല, പക്ഷേ ഈ മഹാവിഷ്ണുവിന്, ഗുരുവായൂരപ്പന് മാത്രമേ 6 ഭഗങ്ങളുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1 ഐശ്വര്യം, വീര്യം, രണ്ടാമത്തേത് വീര്യം,
3 യശസ്, 4 ശ്രീ, 5 ജ്ഞാനം, 6 വിജ്ഞാനം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം. ഈ എന്നിവയുടെ കൂട്ടത്തെ ഭഗം എന്ന് പറയുന്നു. ഭഗമുള്ളവൻ ഭഗവാൻ. 6 ഭഗങ്ങൾ. ഭഗമുള്ളവൻ ഭഗവാൻ. 6 ഭഗങ്ങളാണ്. 1 2 3 4 5 6 ഭഗങ്ങളാണ് ഉള്ളത്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്സ ശ്രിയ ജ്ഞാനവിജ്ഞാനയോച്ചൈവ ഗണാം ഭഗ ഇതിരണ. അതാണ് എൻ്റെ ശ്ലോകം പറയുന്നത്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്സ ശ്രിയ ജ്ഞാനവിജ്ഞാനയോച്ചൈവ ക്ഷണാം ഭഗ ഇതിരണ. 6 ഭഗങ്ങൾ ചേർന്നാണ്. അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. വേറെ എത്രയോ ദൈവങ്ങളുണ്ട്. 33 കോടി ദൈവങ്ങളുണ്ട് പറയുന്നുണ്ട്. പക്ഷെ ഭഗവാൻ എന്ന് പറയുന്നത് ഈ വിഷ്ണുവിനെ, ഗുരുവായൂരപ്പനെ മാത്രമേ ഭഗവാനേ എന്ന് പറഞ്ഞ് നമ്മൾ തൊഴുകുള്ളൂ. മറ്റേ മുരുക അല്ലെങ്കിൽ ശിവ, ഭഗവതി എന്നൊക്കെ പറഞ്ഞ് തൊഴുക. ഈ ഭഗവാനെ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ മാത്രമാണ്. കാരണം 6 ഭഗങ്ങൾ ഉള്ളതാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം. അങ്ങനെ 6 ഭാഗങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.